ഇപ്പോൾ ഞങ്ങൾ 900 കണ്ടിയൊക്കെ പോയിട്ട് വന്നു. ഇപ്പോൾ കൽപ്പറ്റയിൽ ഇവിടെ ഒരു കബാബ് ഷാക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഞാൻ ഇന്നലെ ഡിന്നർ കഴിച്ചത് ഇവിടുന്ന് തന്നെയായിരുന്നു. സോ നമ്മളിനി പോകാൻ വേണ്ടിയിട്ടിരുന്നത് കുറുവാ ദ്വീപിലായിരുന്നു, കുറുവ ഐലൻഡിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒന്നെങ്കിൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ബാണാസുര സാഗർ ഡാമിലും പോകും. അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം, ബാണാസുര വെച്ച് കാണാൻ പറ്റുമോ അതോ തിരുനെല്ലി വെച്ചിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ഇതുണ്ട് ടിക്കറ്റ് കൗണ്ടർ. ഇത് കയറി വരുന്ന എൻട്രൻസ്, ഇത് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അഡൾട്ടിന് 40 കുട്ടികൾക്ക് 20 ആണ് ഫീസ് വരുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് പോകും. ഏഷ്യയിലെ 2nd ലാർജസ്റ്റ് എർത്ത് ഡാം എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. നമ്മുടെ ഈ ബാണാസുര സാഗർ ഡാമിന് ഇവിടെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വയനാട്ടിലും മൂന്നാറിലും കുറേ സിപ്പ് ലൈനും ചിൽഡ്രൻസ് പാർക്കും ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ ഏരിയ ആണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം ഉണ്ട് അവിടെ. അവിടെ ഫുള്ള് സോളാർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് സോളാറാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതാ കാണുന്നത്. നമുക്കിങ്ങനെ ഇവിടെ നടന്നു പോകാം. ഇവിടെ ഹരിസാറും ഫാമിലി ഉണ്ടാവുന്നു. ഇപ്പോൾ ടൈം വന്നിട്ട് 2:45 2:40 വെയിലുണ്ട്, ഹോട്ടാണ്. എന്നാൽ ചൂട് അങ്ങനെയില്ല കേട്ടോ. ചൂട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇതാ സിപ്പ് ലൈനിൽ ഒരാൾ വരുന്നത് നമുക്ക് കേട്ടോ. അതങ്ങ് പോകും. അത് കുറേ ദൂരമുണ്ട്, നല്ല ദൂരം ഇருக்கு. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഇருக்கு. ഇത് അടുത്ത് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഈ വഴി വന്നിട്ട് ഇതിലൂടെ വേണം കയറി പോകാൻ കേട്ടോ, മേലേക്ക് ആ കാണുന്ന സ്റ്റെപ്പിലൂടെ. നമ്മൾ ഡാമിൻ്റെ മേലെത്തി. ഈ കാണുന്ന വലിയ ഡാമാണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മേലെയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, വെയിലുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഏൽക്കുന്നില്ല ശരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ വേസ്റ്റ് നല്ല കുറവാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അവർ. ക്ലീൻ ചെയ്യാൻ ആളുണ്ട് അവിടെ, നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതാ ബോട്ടിങ് കണ്ടോ, ബോട്ടിങ് പോകുന്നത് ഇത് അവിടെ ആയിട്ടാണ്. ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്നത് ഓൺലൈനിലാണ്. പക്ഷെ ബോട്ട് കയറാൻ പോകുന്നത് അവിടെയാണ്. ഇങ്ങനെ ലോഡിങ്, ഇങ്ങനെ ബോട്ടിങ് ഉണ്ടാവും. ഇടുക്കി ഡാമിലോ ചെറുതോൺ ഡാമിലോ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലോ ചെയ്യില്ല. ഫോൺ പോലും അവർ അലോ ചെയ്യില്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺസ് ആയിരിക്കും. അതെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല. ചില ഡാമിൽ കുഴപ്പമില്ല, പക്ഷെ ചില ഡാമിൽ അവർ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ ഫിലിം ഷൂട്ടിങ് എനിക്ക് അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതെന്താണ് നോർമലി ഒരാൾ ഫോട്ടോഗ്രാഫിക്ക് അനുവദിക്കാത്തത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് റീസൺ അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ അനുവദിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണ് നോ ഐഡിയ. ഇന്ന് തിരക്ക് പൊതുവേ കുറവാണ്, ഉണ്ടെങ്കിലും അത്രയില്ല. എപ്പോഴും കാണുന്ന പോലത്തെ ഒരു തിരക്കൊന്നുമില്ല. ഈ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാവും. വീക്കെൻഡിൽ നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് നടക്കാനുള്ള ഒരു പാത്ത് ദാ ഇതിലൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ദാ ഇവിടെയും ഇവിടേക്ക് ഇങ്ങനെ പെഡൽ ബോട്ട്, ചിൽഡ്രൻസ് പെഡൽ ബോട്ട്, ബുൾ റൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇത് കാണാം. ഇതിൻ്റെ അകത്ത് കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. പിന്നെ ഇത് ചിൽഡ്രൻസിൻ്റെ പെഡൽ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബുൾ റൈഡ് അതൊക്കെ 50 രൂപയാണ് പറഞ്ഞേക്കുന്നത്. പെഡലിന് 100 രൂപ. പക്ഷേ അത്ര വർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ലത്. ഒരു ബോട്ടിൽ 10 മിനിറ്റിന് 100 രൂപ. ഇതാണ് ബുൾ റൈഡിൻ്റെ. അപ്പോൾ അതിലിങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ കാളൽ പുറത്തിങ്ങനെ പോകുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഭയങ്കര ഫണ്ണായിരിക്കും പിള്ളേർക്ക്. ഇതൊരു പഴയ പാർക്കാണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് മുതലേയുള്ള പാർക്കാണ് ഇവിടെ. ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട്. പൂൾ ബാർക്ക് ഇവിടെ അടച്ചിട്ടേക്കാണ് കേട്ടോ. കുട്ടികൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന്. നിറയെ കളികളാണ്. എല്ലാവരും ഊഞ്ഞാലാട്ടവും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം വെയിൽ കുറച്ച് കുറവായിരിക്കും. ബോട്ടിങ്ങിന് പോകാനാണെന്നുണ്ടെങ്കിലും ബെറ്റർ ആ സമയത്തായിരിക്കും. കുറച്ച് ഫോട്ടോസും വീഡിയോസിനൊക്കെ ക്ലാരിറ്റി അവിടെ ആയിരിക്കും. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. നല്ല ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. കുറേ നല്ല ഫ്രെയിമുകൾ കിട്ടും ഇവിടെ. ബുൾ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഇടിയുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം ആരെങ്കിലും കയറുമെന്നുള്ള. നേരത്തെ 2 പേര് കയറിയിട്ട് ഭയങ്കര കത്തൽ കൂലൊക്കെ ആയിരുന്നു ഇവിടെ. അവൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് സ്ലിപ്പായി പോയി കഴിഞ്ഞപ്പം ആൾ താഴെ പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഫുള്ള് ബലൂൺ പോലെയാണ്. അത് ഫുള്ളാ നിൽക്കണം. ഫുള്ള് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ട്രൈ ചെയ്തില്ല അറ്റ്ലീസ്റ്റ്. അത് മതി. ഓക്കെ, ഒരു കുഴപ്പമില്ല. ട്രൈ ചെയ്തില്ല. അപ്പോൾ ആ ഫാമിലി ആയിരുന്നു അത് ചെയ്തിരുന്നത്. അവൻ കുറേ ഒരു 30 സെക്കൻഡ് കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു 50 റുപ്പീസ് അവനക്ക് തിരിച്ചു തന്നെയാണെന്ന് പറഞ്ഞത്. കൊടുത്തിട്ടുണ്ട് അവിടെ. ട്രാവൽ ഡെസ്റ്റിനി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുമെന്ന് നിന്ന് ചോദിച്ചാണ്. അങ്ങനെ കൊടുക്കുക. അവൻ സ്പിരിറ്റുള്ള ചെക്കനാണ്. തളർത്താൻ പറ്റില്ലാത്തൊരു പോരാളിന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് കയറിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഒരു 30 സെക്കൻഡും കൂടെ നിന്നിരുന്നെങ്കിൽ 50 രൂപ തിരിച്ച് കിട്ടിയേനെ. അപ്പോൾ അവർ മാക്സിമം ഇട്ട് ഇങ്ങനെ ഇളക്കും. നിൽക്കാൻ പറ്റിയില്ല, സ്ലിപ്പായി പോയി. കുട്ടികളിവിടെ ഫുള്ള് കളിക്കുന്നുണ്ട്. കുട്ടികൾ ഭയങ്കര കളിയുണ്ട് ഇവിടെ. അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റാണ്. ചെറിയ ബോട്ടാണ്. ഇങ്ങനെ പെഡൽ പോലെ കയ്യിൽ തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോകാം. ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം മേടിക്കാൻ നോക്കിയതായിരുന്നു, വെള്ളമില്ല. ഇപ്പോൾ ഇവിടെ കോൺ മേടിച്ച് ഞങ്ങളിവിടെ പോയി ബോട്ടിന് ബുക്ക് ചെയ്തു. സ്പീഡ് ബോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 5 പേർക്ക് കുട്ടികളടക്കം. കുട്ടികളാണെന്നുണ്ടെങ്കിലും 1000 രൂപയാണ് പറഞ്ഞത് കേട്ടോ.
അത് നമുക്ക് ഓഫ്ലൈൻ എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിട്ട് ഓൺലൈൻ തന്നെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഓൺലൈൻ ചെയ്തിട്ട് നമുക്ക് ടൈം നമുക്ക് സ്ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടിൽ ടൈം നോക്കി ബുക്ക് ചെയ്ത് നമുക്കിവിടെ ആ QR കോഡ് കൊണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 4:15 ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ തന്നെ. ഓൺലൈനായിട്ട് എടുക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഓൺലൈനായിട്ട് എടുത്തിട്ട് QR കോഡ് അവിടെ കൊണ്ട് കാണിച്ചാൽ മതി. ഇവിടെ ഉണ്ടോ കാണിക്കണ്ടേ? പേസ്റ്റ് ഒന്ന് വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ബോട്ട്, വലിയ ബോട്ട്. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് പോലെ ഉള്ളതാണ് ഇതാ. അത് സ്പീഡ് ബോട്ട് ഇതാ അങ്ങ് പോകുന്നുണ്ട്. നമുക്ക് ആ വഴിക്ക് അങ്ങ് പോകാൻ പറ്റും. 15 മിനിറ്റാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ബോട്ടിങ്ങിന് പോകും നമ്മൾ. സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാൻ. ഇവിടെ പല ടൈപ്പ് ബോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ഈ ടൈപ്പ് ബോട്ടുകൾ. പിന്നെ സ്പീഡ് ബോട്ടുകളുണ്ട്. ഇതിനകത്തൊന്നും ഡ്രൈവറിനെ കാണുന്നില്ല. കുറേ ബോട്ടിങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ശിക്കാര പോലത്തെ ബോട്ടും കിടപ്പുണ്ട് അവിടെ. പിന്നെ പെഡൽ ബോട്ടുകൾ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നാൽ മതി. പക്ഷേ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് പോകേണ്ടി വരും. ഈ സ്പീഡ് ബോട്ട് എടുത്തിട്ട് അങ്ങ് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇതിലൂടെ വരും. പിന്നെ വന്ന് ഇതാ ഇതിലൂടെ കയറി ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. അപ്രൂവൽ ആക്കിയത് ഒരു ബോട്ടല്ലേ ഒറ്റ ബോട്ട് 5 പേര്. നമ്മളിവിടെ ലൈഫ് ജാക്കറ്റ് ഇടണം. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്തു. പിടിച്ചു കയറി ഗണേഷ്. സാറാ ഞാനും കുളിച്ച് കൈ പട്ട് അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് 50 മിനിറ്റ്സ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. 1000 രൂപ അത് വർത്താണ്. 1000 രൂപയാണ് ബോട്ടിങ്ങിന്, സ്പീഡ് ബോട്ടിൻ്റെ. അത് വർത്തായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തവർ ഫുള്ള് കൊണ്ടുപോയി. അവിടെ നമ്മുടെ പടിഞ്ഞാറത്തറ ഒരു റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൂടെയൊക്കെ കൊണ്ടുപോയി. ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണത്. അവിടെയൊക്കെ കൊണ്ടുപോയി. നല്ല റൈഡായിരുന്നു. കൊണ്ടുപോയ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ബിഗ് താങ്ക് യു. എങ്ങനെയുണ്ടായി? ഫുൾ ധനേഷ് ഫുൾ കുളിച്ചാ? എപ്പടി ഇരുന്നത്? സൂപ്പർ.
ഇവിടെ ചെറിയൊരു വാക്കരിയും ഇവിടെ വലിയൊരു വാക്കരിയും വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഒന്ന് ചാടിക്കിടക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊന്നും പോയി ചെയ്യാതിരിക്കുക. ഇവിടെ ഉണ്ടോ സിപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്? ഈ കാണുന്നത് ഇതാണ് സിപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടുന്ന് നമ്മളന്ന് നേരത്തെ കണ്ടില്ലേ, അങ്ങോട്ടേക്ക് അങ്ങ് പോകും. 350 രൂപയാണ് കേട്ടോ, 350 രൂപയാണ് ഇവിടെ. ഇവിടെ ഡ്രോൺ ക്യാമറ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ മൂരിക്കാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മൂരിക്കാപ്പ് ഹോംലി ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോത്തുംകാല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. അത് പിണങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എന്നാൽ തലേന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ. ഞാൻ തലേന്ന് വിളിച്ച് ബുക്ക് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം തലേന്ന് ഇന്നലെ കിട്ടാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ബുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സോ ഒരാൾക്ക് കഴിക്കുന്നതിന് 450, പിന്നെ 2 പേര് ഷെയർ ചെയ്ത് കഴിക്കുന്നതിന് 550 ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. റേറ്റ് ചേഞ്ച് ആകുമെന്നറിയില്ല. നിങ്ങളെപ്പോഴും ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തേക്കാം, പിന്നെ ഈ താഴെയും കൊടുത്തേക്കാം. സോ അത് നോക്കി ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വരുന്നതായി പോകും. അപ്പോൾ അവൈലബിലിറ്റിയും തീരെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൂരിക്കാപ്പ് ഹോംലി ഫുഡിലാണ് വന്നിരിക്കുന്നത്, പോത്തുംകാല് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിക്കുന്നില്ല ഇന്ന്. ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. അതായത് വേറെ ആർക്കുമല്ല, എൻ്റെ വൈഫിനാണ്. വൈഫായിട്ട് വന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് അന്ന് കിട്ടിയിട്ടുണ്ടായില്ല. സോ ഞങ്ങൾ ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് പറയാം കേട്ടോ. കൽപ്പറ്റയിൽ നിന്ന് പിണങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഹോംലി ഫുഡായിട്ട് തുടങ്ങിയതായിരുന്നു. പിന്നെ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സും വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് ഫേമസ് ആക്കിയതാണ് ഇവിടെ മൂരിക്കാപ്പ് ഹോംലി ഫുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ ഇതൊരു കടയോട് ചേർന്നിരിക്കുന്ന, ഇവരുടെ വീടിനോട് ചേർന്നിരിക്കുന്ന ഒരു കടയാണ്. ഇവിടെ കോംബോ ഉണ്ട് കേട്ടോ. ഒരു പോത്തുംകാലും ടയർ പത്തിലും ഇതാണ് കോംബോ വരുന്നത്. ഓക്കെ, ഇല്ല വാക്ക് കൊടുത്തിട്ട് ഓൾറെഡി പാലില്ല. ഇതാണ് പോത്തുംകാല്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂരിക്കാപ്പ് റെസ്റ്റോറൻറ്റ്. അതെ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേലെ തന്നെ കേട്ടോ ഈ മോറിക്കാപ്പ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടും ഇവിടെ തന്നെയാണ്. മോറിക്കാപ്പ് റിസോർട്ട് ഇതാ കാണുന്നത്. ഇതൊരു ലക്ഷറി റിസോർട്ടാണ്. സെലിബ്രിറ്റീസൊക്കെ വന്ന് എപ്പോഴും തന്നെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടാണിത്. ഒരു 10,000 9,000 to 10,000 സ്റ്റാർട്ട് ചെയ്യുന്ന റൂംസിൻ്റെ റേറ്റ് വരുന്നത്. പ്രൈവറ്റ് പൂളുണ്ട്, ജാക്കുസി വില്ലകളുണ്ട്. പിന്നെ അങ്ങനെ ഒരു ലക്ഷറി റിസോർട്ടാണ് കേട്ടോ. എന്തായാലും ഒരു 10-15 ശരാശരി ഉണ്ടാവും. 10-15 ഉണ്ടാവും. 20 ഉണ്ടാവും അല്ലേ? 40 വരെ. ഏറ്റവും കൂടുതൽ എത്ര പോയിട്ടുണ്ട് ഒരു ദിവസം? 40 പോകും. നല്ല തിരക്കായിരിക്കും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാർക്കിംഗ് ഇവിടെ തിരക്കാണോ? പിന്നെ ഈ റൂട്ടിൽ വണ്ടി ഇടാൻ വണ്ടി അങ്ങനെ ടൗൺ ഏരിയക്ക് പോകുന്ന അങ്ങനെ പോകില്ല. ഓക്കെ. ഓ, ബസ്സുണ്ട്, 2 KSRTC ഉണ്ട്, അതന്നെ ഉള്ളൂ. ഓക്കെ. നമുക്ക് പാർക്കിൻ്റെ വിഷയമല്ലേ, നമ്മളെ മുറ്റത്ത് ഇവിടെ തന്നെ ഇവിടെയും സ്ഥലമുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ സ്ഥലമുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഡ്രിങ്ക് കൊണ്ട് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഇതൊരു ലൈമാണ്.
ഒരു മസാല ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് സോഡ ലൈമിലും ഇഷ്ടമായത് ഇതാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇക്ക പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 4 അവൈലബിൾ ആയിട്ടുണ്ടായുള്ളൂ ഇവിടെ. ചില ദിവസം 40 വരെയൊക്കെ പോകും. ഇപ്പോൾ കിട്ടൽ കുറവാണെന്ന് പറഞ്ഞു പോത്തുങ്കാൽ. കിട്ടുന്നതിന് അവൈലബിലിറ്റിക്ക് ഇഷ്യൂ ഉണ്ട്. പിന്നെ നല്ല സീസണിൽ 40 വരെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, 40 ബുക്കിംഗ് വരെ. ഇന്നിപ്പം ഇപ്പോൾ ഇവിടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇനിയും ആൾക്കാർ കൂടുതൽ വന്നേനെ. അപ്പോൾ വയനാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെയും കൂടെ ട്രൈ ചെയ്യാൻ നോക്കുക. ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമായിരുന്നു. ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ പാക്കേജിൻ്റെ ലാസ്റ്റ് ഡേ. നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തോടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നാളെ പൂക്കോട്ടിലേക്കും കൂടെ ഞാൻ കൊടുക്കാൻ ഓർത്താണ്. അപ്പോൾ അവർ പറഞ്ഞു നാളെ ഫുള്ള് റെസ്റ്റ് എടുക്കുന്നു, റെസ്റ്റ് എടുത്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ആവുകയെന്നാണ് പറഞ്ഞത്. ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ആലപ്പുഴയിൽ ഇറങ്ങും, കന്യാകുമാരിക്ക് അവർ പോവുകയും ചെയ്യും. അപ്പോൾ ആലപ്പുഴ വരെ ഞാനുണ്ടാവും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാക്കേജ് വന്നിരുന്നത്. സോ ഞങ്ങളിന്ന് പോയത് രാവിലെ 900 കണ്ടി പോയി അവിടെ പോയി ജീപ്പൊക്കെ എടുത്ത് ഞങ്ങൾ ഓഫ് റോഡൊക്കെ ചെയ്ത് അവിടെ പോയി ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് തിരിച്ചൊരു 12 മണി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴെ എത്തി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ജീപ്പ് ഡ്രൈവറായിരുന്നു. അവിടെയും വലിയ കുഴപ്പമില്ലാത്ത തന്നെ ചെയ്തു. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ തന്നെ നമ്മളെല്ലാം ചെയ്തിട്ട് വന്നു. എല്ലാം ചെയ്യാൻ നിന്നില്ല, അതിനുള്ള സമയം കിട്ടുന്നില്ല ആക്ച്വലി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു മെയിനായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരുനെല്ലിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ തിരുനെല്ലിയും കുറവ് ഐലൻഡൊക്കെ ബ്ലോക്ക്ഡ് ആണെന്നാണ് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. സോ അങ്ങോട്ട് പോയില്ല. നേരെ ഞങ്ങൾ ബാണാസുര സാഗർ ഡാമിലേക്ക് പോയി. മെയിനായിട്ട് അവരും ഹാപ്പിയായി, നമുക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റി. ബോട്ടിങ് ചെയ്തു. ബോട്ട് ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈവറിനെ തന്നെ കിട്ടി. നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയും ചെന്നിട്ട് മടുത്തില്ല നമ്മൾ. ഒത്തിരി നമുക്ക് ടയേർഡാവുമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാമായിട്ട് തന്നെ ഇരുന്നു. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ട് വന്നു. നമുക്ക് ഇതുവരെ ഇത് കുഴപ്പം കൂടാതെ നമ്മൾ സേഫായിട്ട് തന്നെ എത്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് കന്യാകുമാരിക്ക് പോകും അവർ. പോകുന്ന വഴിയിൽ ഞാൻ ആലപ്പുഴ ഇറങ്ങും. അപ്പോൾ ആലപ്പുഴ വരെ ഞാനുണ്ടാവും. സോ നാളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പം നാളെ ഞാൻ ഈ റിസോർട്ടിൻ്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഈ റിസോർട്ടിൻ്റെ കുറേ ഏരിയാസ് നമുക്ക് കവർ ചെയ്യണം. എന്തൊക്കെ കാറ്റഗറി റൂംസാണുള്ളത്, എത്ര കാറ്റഗറി റൂംസാണുള്ളത്, എങ്ങനെയൊക്കെയാണ് വരുന്നത്. പ്രൈവറ്റ് പൂളുണ്ട്, അപ്പോൾ 2 ബെഡ്റൂം വില്ലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇന്ന് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പാക്കേജ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ടൂർ പാക്കേജും റിസോർട്ട് ബുക്കിങ്ങും എല്ലാം ഉണ്ട്. അപ്പം എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും, ടൂർ സംബന്ധമായ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, വിളിക്കുകയും ചെയ്യാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും 24 hours നമ്മൾ അവൈലബിൾ ആയിരിക്കും. കോൾ എടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോൾ എടുക്കും. നൈറ്റിൽ ഒക്കെ കോൾ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കുന്നതാണ്. മിസ് കോൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വിളിക്കും. ഇപ്പം ഇന്ന് എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ. അപ്പോൾ രാത്രി അവർക്ക് റിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക, എന്താവശ്യത്തിനാണെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും റിസോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കാണിക്കുന്നതായിരിക്കും. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടവർക്ക് അതും ബന്ധപ്പെടാം, ഈ നമ്പറിൽ ബന്ധപ്പെടാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. ഇപ്പം 300 സംതിങ് ആയിട്ടുള്ളൂ, 310 305 ആ സംതിങ്ങിലായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെയും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
കുറേ റിസോർട്ട് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്, കുറേ റിസോർട്ടുകൾ റിവ്യൂ ചെയ്യണമെന്നുണ്ട്, പിന്നെ കുറേ ഡെസ്റ്റിനേഷൻ നമ്മളിത് പോയതുപോലെ തന്നെ കുറേ ഡെസ്റ്റിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതേപോലെ പാക്കേജ് ഒക്കെ പോകുമ്പം കുറേ വീഡിയോസും കൂടെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് മാത്രമായിരിക്കും ഇത്. പിന്നെ നിങ്ങൾ റിസോർട്ടിൽ നിന്ന് നേരിട്ട് ബുക്ക് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നേരിട്ട് ബുക്ക് ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറവായിരിക്കും നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ ആ റേറ്റിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന. മജോറിറ്റി കേസിലും അതിലും, അതായത് വെബ്സൈറ്റിൽ എന്ത് റേറ്റ് ആണോ അതിലും താന്നായിരിക്കും നമ്മുടെ റേറ്റ് വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് അഫ്സൽ ഇസ്മായിൽ സൈനിങ് ഓഫ്.